KPS വാസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. ഒരു മനുഷ്യൻ്റെ മനസ്സിനെ അയാൾ പോലും അറിയാതെ സ്വാധീനിക്കുകയും ഒരു പരിധിവരെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന മനഃശാസ്ത്രത്തിലെ ചില ടെക്നിക്കുകളെയാണ് ഡാർക്ക് സൈക്കോളജി എന്ന് പറയുന്നത്. ഡാർക്ക് സൈക്കോളജിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പലപ്പോഴും ഇത് മാനിപ്പുലേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സത്യം പറയിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യുന്ന സൂത്രപ്പണികളാണ്. ഡാർക്ക് സൈക്കോളജി മോശമായ ഒരു കാര്യമൊന്നുമല്ല, കാരണം അതിൽ സൈക്കോളജിക്കലായ ട്രിക്സ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ വളരെ സ്ട്രാറ്റജിക്കായി വളരെ ഷാർപ്പായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുറെ കൂടി ഇഫക്റ്റീവാണെന്ന് മാത്രം. നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന ചില ഡാർക്ക് സൈക്കോളജിക്കൽ ടാക്ടിക്സ് ആണ് ഇത്തവണ നമ്മൾ പറയുന്നത്. മാത്രമല്ല, ഇത്തരം ഡാർക്ക് സൈക്കോളജിക്കൽ ടാക്ടിക്സ് നിങ്ങൾക്ക് ദോഷകരമാവുന്ന രീതിയിൽ ആരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനും ഈ നോളജ് നിങ്ങളെ സഹായിക്കും. ഒന്നാമത്തേതെന്ന് പറയുന്നത്, നമുക്ക് പരിഹാസങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ, അതായത് നമ്മളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇഫക്റ്റീവായൊരു സൈക്കോളജിക്കൽ ടാക്റ്റിക്കാണ് അവർക്കെതിരെ വളരെ കാമായി കോൾഡായി ഒരു 3 സെക്കൻഡ് നോക്കുക എന്നത്. പ്രത്യേകിച്ച് കണ്ണുകളിലേക്ക് നോക്കാൻ പറ്റി അത്രയും നല്ലതാണ്. അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായി ആ പറഞ്ഞതിനെക്കുറിച്ച് അവർക്കൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യും. അതൊരു മനഃശാസ്ത്രപരമായ ടാക്റ്റിക്കാണ്. ഇനി രണ്ടാമത് നമ്മൾ പറയുന്നത്, ആരെങ്കിലും കള്ളം പറയുകയാണ് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ഉപയോഗിക്കാവുന്നൊരു മെത്തേഡാണ്. പലപ്പോഴും കുട്ടികളൊക്കെ നുണ പറയുമ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തേത്, അവരോട് അവർക്ക് സന്തോഷമുള്ള അല്ലെങ്കിൽ അവർ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരല്പം നേരം സംസാരിക്കുക. അങ്ങനെ അവർ ഹാപ്പി ആയിരിക്കുന്ന, അവർ കാമായിരിക്കുന്ന, അവർ കൂളായിരിക്കുന്ന സമയത്ത് നമ്മളോട് സത്യം പറയാൻ സാധ്യതകൾ കൂടുതലാണ്. രണ്ടാമത്തേത്, ഒരിക്കലും അടച്ചിട്ട മുറിയിലോ അല്ലെങ്കിൽ അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങളിലോ ഇരുത്തരുത്. വളരെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും അഭിമുഖമായിട്ടിരിക്കുന്നത് അല്പം കൂടി ഇഫക്റ്റീവാണ്. ഇനി മൂന്നാമത് നമുക്ക് അപ്ലൈ ചെയ്ത് വെക്കാവുന്ന ഒരു ടാക്റ്റിക് ഉണ്ട്. ചില ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവരെ ആരും സീരിയസ് ആയിട്ട് എടുക്കില്ല. നിങ്ങളോ ഞാനോ ആരോ ആയിക്കോട്ടെ, അവർ പറയുന്നതിന് വേണ്ടത്ര ഒരു വില കൽപ്പിക്കാറില്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് റെസ്പെക്റ്റ് ഗെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് അവർക്ക് അവരുടെ പേഴ്സണാലിറ്റിയുടെ വാല്യൂ മറ്റുള്ളവർക്ക് മുന്നിൽ ഇഫക്റ്റീവായിട്ട് കാണിക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഈസിയായൊരു മെത്തേഡാണ് സ്ലോ ഡൗൺ ചെയ്യുക എന്നത്. അതായത് വളരെ സ്പീഡിൽ വളരെ അബ്രപ്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നതിന് പകരം വളരെ സ്ലോ ആയി സാധാരണ ഒരു പേസിൽ കാര്യങ്ങൾ പറയാം. മനഃപൂർവ്വം ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക. നമ്മളുടെ ജെസ്റ്റേഴ്സ് അഥവാ നമ്മുടെ ആക്ഷൻസിനെയും അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന സ്പീഡിനെയും ഒരല്പം കുറച്ചാൽ ആളുകൾ ശ്രദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വളരെ സ്ലോ ആയിട്ട് സംസാരിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. സാധാരണ നമ്മൾ സംസാരിക്കുന്ന സ്പീഡിൽ നിന്ന് ഒരല്പം സ്പീഡ് കുറയ്ക്കുക. ഇത് ടീച്ചേഴ്സൊക്കെ ഉപയോഗിക്കാറുള്ള ഒരു മെത്തേഡാണ്. കാരണം ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം അവർ പറയുന്ന സമയത്ത് അവരൊന്ന് സ്ലോ ചെയ്യും, ശബ്ദം ഒരല്പം കൂട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായ പറയുന്നതിൽ എന്തോ പ്രാധാന്യമുണ്ട് എന്ന് കേൾക്കുന്നവർക്ക് തോന്നും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ കൊണ്ടൊരു കാര്യം അനുസരിപ്പിക്കണമെങ്കിൽ അഥവാ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവരിലേക്ക് കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡ്, അവർ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ മാത്രം മറുപടി പറയുക. എളുപ്പത്തിൽ മറുപടി പറയരുത്. ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞ ശേഷം മറുപടി പറയുക. ആ ഒരു കാര്യം ചോദിക്കുന്നത് പൂർണ്ണമായും നിങ്ങൾ കേൾക്കുക. പൂർണ്ണമായി കേട്ട ശേഷം ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് നിങ്ങൾ മറുപടി പറയാൻ തുടങ്ങുക. സ്വാഭാവികമായും അവർക്കത് പ്രോസസ്സ് ചെയ്യാനും ആ ഉത്തരങ്ങളെ സ്വീകരിക്കാനുള്ള മെൻറ്റാലിറ്റിയിലേക്ക് അവരെത്താനും ഈ 2-3 സെക്കൻഡ് ധാരാളം മതി. നേരെ മറിച്ച് നമ്മൾ അബ്രപ്റ്റായിട്ട് ആൻസർ പറയാൻ തുടങ്ങിയാൽ 2 പ്രശ്നങ്ങളാണ് അവിടെ. ഒന്നാമത്തേത്, നമ്മൾ ചിന്തിക്കാതെയാണ് മറുപടി പറയുന്നത് എന്നവർക്ക് തോന്നും. രണ്ടാമത്തേത്, ഈ ഉത്തരങ്ങളെ സ്വീകരിക്കാനുള്ള മെൻറ്റാലിറ്റിയിലേക്ക് അവർ എത്തിയിട്ടും ഉണ്ടാവില്ല. നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ അബദ്ധങ്ങളിൽ പോയി ചാടുന്നത് ഒഴിവാക്കാനും ഇത്തരം ചില മനഃശാസ്ത്രപരമായ ടാക്റ്റിക്കുകൾ നിങ്ങൾക്ക് ഉപകരിക്കും. അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് അവതരിപ്പിച്ച്. പ്രിയപ്പെട്ടവരെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് സോ മച്ച്.